യുക്രൈൻ യുദ്ധം 50 ദിവസങ്ങൾ പിന്നിടുമ്പോൾ റഷ്യയെ ആഗോളതലത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കം ശക്തമാക്കി അമേരിക്കൻ സഖ്യം. യുദ്ധം 50 ദിവസത്തിനകം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് അന്ത്യശാസനം നൽകിയതോടെ ലോകം വീണ്ടും ഒരു പുതിയ തരം ശീതയുദ്ധത്തിന്റെ വക്കീലായിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം നിർത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 4 തവണ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ട്രംപ് ആരോപിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ തുറന്നാൽ ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ മുന്നറിയിപ്പ് നൽകിയത്. ഇത് റഷ്യയെ മാത്രമല്ല, റഷ്യയുടെ സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുന്ന രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ സഖ്യത്തിന്റെ വ്യക്തമായ നീക്കമാണെന്ന് ഇത് വിലയിരുത്തപ്പെടുന്നു. റഷ്യയെ പ്രതിരോധത്തിലാക്കി യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകാമെന്നും റഷ്യയുമായി വ്യാപാരം തുറന്നാൽ രാജ്യങ്ങൾക്ക് മേൽ രണ്ടാം നിര ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. BBC-ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ട്രംപ് കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷവും മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിന് ട്രംപ് പുടിനെ കുറ്റപ്പെടുത്തി. പുടിനിൽ എനിക്ക് അതീവ നിരാശയുണ്ട്. അദ്ദേഹം പറയുന്നത് അർത്ഥമാക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതി. അദ്ദേഹം മനോഹരമായി സംസാരിക്കും, എന്നിട്ട് രാത്രി ആളുകളെ ബോംബിട്ട് കൊല്ലും. എനിക്കിതിഷ്ടമല്ല, ട്രംപ് പറഞ്ഞു. അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ പുടിനോടുള്ള തന്റെ അതൃപ്തി വർദ്ധിച്ചു വരുന്നതായി സൂചിപ്പിക്കുന്ന നിരവധി പ്രതികരണങ്ങൾക്ക് ശേഷമാണ് ട്രംപ് പുതിയ ഉപരോധ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. നാറ്റോ സൈനിക സഖ്യം കാലഹരണപ്പെട്ടുവെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ അത് കൂടുതൽ പ്രസക്തമാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ്.